പാലക്കാട് ജില്ലയിൽ കനത്ത പോളിംഗ്. വോട്ടിംഗ് ശതമാനത്തിലെ വർധന ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെന്ന് മുന്നണികൾ. പാലക്കാട് നഗരസഭയിലെ 46-ാം വാർഡിൽ ബിജെപി ബൂത്ത് പിടിച്ചെടുത്തതിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വ്യാപകമായ കള്ളവോട്ട് നടന്നതിനാൽ റീപോളിംഗ് നടത്തണമെന്നായിരുന്നു ആവശ്യം. മഴയോടെ ആരംഭിച്ച വോട്ടിംഗ് ആദ്യ 2 മണിക്കൂർ മന്ദഗതിയിലായിരുന്നു. മഴ മാറി 9 മണിയോടെയാണ് ബൂത്തുകൾ സജീവമായത്. കനത്ത മഴയിൽ അട്ടപ്പാടിയിലെ 2 ഊരുകളും പുതൂർ പഞ്ചായത്തിലെ ചില ബൂത്തുകളും ഒറ്റപ്പെട്ടു. ഇതുകാരണം മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അട്ടപ്പാടിയിലെ 12 ബൂത്തുകൾക്ക് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ശാന്തമായിരുന്നു. പാലക്കാട് നഗരസഭയിലെ 46-ാം വാർഡിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗവും സ്ഥാനാർത്ഥിയുമായ N ശിവരാജന്റെ നേതൃത്വത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തു. LDF സ്ഥാനാർത്ഥിയെയും ഏജന്റിനെയും BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. റീപോളിംഗ് ആവശ്യപ്പെട്ട് LDF ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. 15 ബൂത്തുകളിൽ മാത്രമാണ് പാലക്കാട് ജില്ലയിൽ വോട്ടിംഗ് മെഷീന് തകരാർ സംഭവിച്ചത്. ഇവ പരിഹരിച്ച് വോട്ടിംഗ് സുഗമമാക്കാനും ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞു. മുൻ മന്ത്രിയും CPIM-ന്റെ മുതിർന്ന നേതാവുമായ T. ശിവദാസമേനോൻ, കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ എന്നിവർ പറക്കുന്നം GLP സ്കൂളിൽ വോട്ട് ചെയ്തു. മുൻ മഹാരാഷ്ട്ര ഗവർണർ K. ശങ്കരനാരായണൻ ശേഖരീപുരം LP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെയാണ് വോട്ടിംഗ് അവസാനിച്ചത്. വോട്ടെല്ലാം പെട്ടിയിലായി. ഇനിയുള്ള മണിക്കൂറുകളിലും സ്ഥാനാർത്ഥികളും പാർട്ടികളും കണക്കുകൂട്ടലാവും. ഒരു ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ജനവിധി അറിയാം. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്.